നമ്മുടെ അനുമോളെ പിശാചെന്ന് വിളിച്ച ആദിലക്കിട്ട് 2 കൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലാലേട്ടനിന്ന്. ആദ്യം സാബുമാൻ്റെ അടുത്തു നിന്നായിരുന്നു തുടക്കം. സാബുമാൻ, പയറിൽ നിന്നാണല്ലോ ഒരു വഴക്ക് തുടങ്ങിയത്, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പം ഇത്രയും നീ കഴിച്ചാൽ മതിയെന്ന് അനുമോൾ പറഞ്ഞു ലാലേട്ട എന്ന് സാബുമാൻ പറയുന്നുണ്ട്. അപ്പോൾ അനുമോളുടെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അനുമോൾ. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല ലാലേട്ട ഞാൻ പറഞ്ഞത്. ആക്ച്വലി അനുമോൾ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, ആവശ്യത്തിൽ കൂടുതൽ പയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും അവന് പ്രോട്ടീൻ വേണം, ചോറ് വേണ്ട, പ്രോട്ടീൻ മാത്രം മതിയെന്ന് ചോദിച്ചുകൊണ്ട് ചെന്നപ്പോഴാണ് എല്ലാവർക്കും കൊടുത്തല്ലോ, ഇനി ചോറ് കഴിക്കുന്നവർ കൂടുതൽ പയറും കൂടെ കഴിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മാറ്റി വെച്ചത്. അനുമോൾ വിളമ്പാൻ വരുമ്പോൾ മാത്രമാണല്ലോ ഇത്രയും പ്രശ്നമെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. സത്യമാണ്, അനുമോൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, പക്ഷേ വിളമ്പുന്നത് ആർക്കും ഇഷ്ടമല്ല. അതിനുശേഷമാണ് നമ്മുടെ ആദിലെ പിടിക്കുന്നത്. ആദില എന്തൊക്കെയാണ് പറയുന്നത്, പിശാചോ എന്തൊക്കെയാണ് മോളെ വിളിക്കുന്നത്, ഇതൊക്കെ പ്രേക്ഷകർ കേൾക്കുന്നുണ്ട് കേട്ടോ, മോളെ വിളിക്കുന്നതൊക്കെ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ നല്ല രീതിക്ക് ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നെവീൻ കഴിഞ്ഞ ആഴ്ച മൊത്തം തകർന്നിരുന്ന നല്ല വൃത്തിക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ഇപ്പം പിന്നെയും ഒന്ന് കിറങ്ങി വരുന്നുണ്ട്. അത് ഇവറ്റകൾക്ക് ഇപ്പോഴും ഈ നാണമില്ലേ കുക്കിങ്ങിൻ്റെ പേരിൽ അടി കൂടാൻ. ആരാ ഏറ്റവും കൂടുതൽ ഇവിടെ കുക്കിങ്ങിൻ്റെ പേരിൽ അടി ഉണ്ടാക്കിയിട്ടുള്ള ആൾ, ഏറ്റവും കൂടുതൽ കട്ടുമുടിച്ചിട്ടുള്ള ആളാരാ? നെവീൻ തന്നെ. ആ നെവീനാണ് പറയുന്നത് ഇനി ഇവിടെ കുക്കിംഗ് വേണ്ടെന്ന്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുകയാണ് പിന്നെ എന്താ ഇവിടെ പ്രതിവിധി, കുക്കിംഗ് ഇവിടെ ചെയ്യാതെ പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നെവീൻ പറയാണ് കറക്റ്റ് സമയത്ത് ലാലേട്ടന് അല്ലെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് ഫുഡ് കൊണ്ട് തന്ന് ഞങ്ങൾക്കത് മതി. എന്തായാലും ആ നെവിൻ്റെ ആ സംസാരത്തിന് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു പുച്ഛം കിട്ടിയിട്ടുണ്ട്. നീയൊക്കെ എന്തൊക്കെ വേണ്ടെന്ന് എഴുതി തന്നിവിടെ, ഞാൻ സമയത്തിന് അങ്ങോട്ട് എത്തിക്കാം എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ഒന്ന് കളിയാക്കിയിട്ട് പോയിട്ടുണ്ട്. അപ്പം ഈ വട്ടം എന്തായാലും ഭയങ്കര ഫയറിയത്തൊന്നുമില്ല, കാരണം ഫിനാലെ അടുത്തില്ല, ഇനി ഒരു 1 വീക്കും കൂടെ ഉള്ളൂ. അപ്പം എല്ലാവരോടും നല്ല രീതിയിൽ സ്നേഹത്തോടൊക്കെ തന്നെയാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. ഓൾറെഡി അനുമോളുടെ അടുത്ത് ഭയങ്കര ബഹളമാണ്, അല്ലെങ്കിൽ അനുമോളെ എപ്പോഴും ഫയർ ചെയ്യുന്നു എന്നുള്ള ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഏഷ്യാനെറ്റിന് ചെന്ന് കാണുമല്ലോ ഒബ്വിയസ്ലി. അപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞ് ഈ അനുമോളെ ക്രൂശിക്കാനൊന്നും പറ്റത്തില്ല. എന്തായാലും ലാലേട്ടൻ്റെ നല്ല പുച്ഛഭാവം അതൊരു കുറവില്ല, കാരണം ഇവരുടെ കയ്യിലിരിപ്പിന് പുച്ഛമൊന്നും കിട്ടിയാൽ പോരാ. അപ്പം നെവിൻ എന്തായാലും ഒന്നും കൂടെ ഒന്ന് ഉണർന്നെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഫുള്ള് ഡൗൺ ആയിരുന്നു. അപ്പം ഈ ആഴ്ച അപ്പം നെവിൻ്റെ കുറേ കലാപരിപാടികളൊക്കെ കാണാം. കൂടാതെ നമ്മുടെ അനീഷേട്ടൻ്റെ അനുമോളുടെ പ്രേമത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത് എന്നുള്ളതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.